ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നികിത റവിലാണ്. ഞങ്ങൾ ജാർഖണ്ഡിൽ നിന്ന് കോഴിക്കോടേക്കുള്ള യാത്രയിലാണ്. എവിടെ പോവാ? എവിടുന്നാ പോണത്? സച്ചമ്മന്റെ വീട്ടിലേക്ക്. മമ്മമ്മ തിന്നാനോ? അവിടെ എത്തണമെങ്കിൽ എത്ര ദിവസം കഴിയും അവിടെ പോയി മമ്മമ്മ തിന്നാന്? ബാബ ഇപ്പൊ എവിടെയുള്ളത്? ജാർഖണ്ഡിന്ന് പോവാണ്. ജാർഖണ്ഡിന്ന് പോവാണ് അല്ലേ കോഴിക്കോടേക്ക്? അമ്മമ്മനെ കാണണം. ആരെ? വല്യമ്മനെ കാണണം. പിന്നെയോ? അങ്ങനെ ജാർഖണ്ഡിൽ നിന്ന് കോഴിക്കോടേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്ത് കാറിൽ നിറയെ സാധനങ്ങളൊക്കെയാണ്. ടോൾ ഗേറ്റിലെത്തിയപ്പോഴാണ് നമ്മൾ ടോൾ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫാസ്ടാഗ്. അപ്പം അത് റീചാർജ് ചെയ്യാൻ നമുക്ക് അതിൽ ആപ്പിലൂടെ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആൾ നമുക്ക് അതിലേക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവർ വേറെ SBIൻ്റെത് പുതിയത് സ്റ്റാർട്ട് ചെയ്ത് തരികയാണ് ഈ ഗ്യാപ്പിൽ. ഇത് നമ്മൾ വഴിയിൽ നിന്ന് ചായ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ആ ജാർഖണ്ഡ് അവിടെ എല്ലാ ഏരിയയിലും ഇങ്ങനെ നമ്മൾ ചായ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനൊരു കളിമണ്ണോ എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പിലാണ് നമുക്ക് ചായ തരിക. അപ്പം ഇത് നമുക്ക് തിരിച്ചു കൊടുക്കൊന്നും വേണ്ട. നമുക്ക് വേണമെങ്കിൽ വേസ്റ്റിലേക്ക് കളയുകയോ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് സൂക്ഷിച്ച് വെക്കുക കൊണ്ട് സൂക്ഷിച്ച് വെക്കണം തോന്നിയാൽ സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യാം. നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇത് പിന്നെയും കാണുന്നുണ്ട്. ഇത്ര പോലും കാണാതെയാണ് നൈറ്റൊക്കെ ഡ്രൈവ് ചെയ്തത്, മഞ്ഞ് കാരണം. സച്ചമ്മന്റെ വീട്ടിലോ? പിന്നെ ആരെ കാണാനാ പോണേ? എല്ലാരും കാണാൻ പോവാ. അപ്പൊ നമ്മളിപ്പോ ഏതൊരു സ്ഥലമായിട്ട്? ഒങ്കോൾ, ആന്ധ്രാപ്രദേശിലെ. ജാർഖണ്ഡ് ബൊക്കാറോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒങ്കോളിലാണ് നിർത്തിയിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് വീണ്ടും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയായി ഇപ്പം സ്റ്റാർട്ട് ചെയ്യാണ്. തേഴ്സ്ഡേ ആണ് നമ്മൾ ബൊക്കാറോന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഇന്നിപ്പോൾ സാറ്റർഡേ ആയി. ഇനിയുണ്ട് ഒരു 16-17 hours നാട്ടിലേക്ക്. അല്ലേ? നാട്ടിലെ അമ്മമ്മനെ കാണാനല്ലേ? എല്ലാവരെയും കാണാനുണ്ട്. നമ്മളുടെ യാത്ര എന്ന് പറഞ്ഞത് എന്താ പറയുക, പെട്ടെന്നുള്ളൊരു യാത്രയായിപ്പോയി. കാരണം ഞങ്ങളുടെ കൂടെ ലാസ്റ്റ് ടൈം വന്നപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ജാർഖണ്ഡിലേക്ക്. അപ്പം അവിടെ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മയ്ക്ക് തണുപ്പ് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് വരാൻ തുടങ്ങിയതാണ്. അപ്പം ഞങ്ങളുടെ ഈ ഒരു യാത്ര പറയുന്നത് ഒരു കാറിൽ ഇത്രയും ലോങ് ആയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നേ നമ്മൾ ലോങ് ഡ്രൈവ് എന്ന് പറയുന്നത് ഹൈദരാബാദ് ടു കോഴിക്കോടായിരുന്നു. അത് ഒരു 23 hours ഉള്ളിൽ കണ്ടിന്യൂസ് റണ്ണിങ് തന്നെ, റെസ്റ്റ് ഇല്ലാതെ കണ്ടിന്യൂസ് റണ്ണിങ്ങിലായിരുന്നു റൈഡിങ് ഉണ്ടായിരുന്നത്. ഇതതുപോലെ നമ്മൾ ജാർഖണ്ഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒങ്കോളിലാണ് നമ്മൾ നിർത്തിയത്. അതുവരെ ഇതുപോലെ റെസ്റ്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യായിരുന്നു. ഇത് നമ്മൾ തിരുപ്പതി എങ്ങാനും എത്തുന്ന ആ ഒരു സ്ഥലമായപ്പോഴേക്കും ഒരു ഡിവൈഡറിൻ്റെ സൈഡിൽ ഒന്ന് തട്ടിപ്പോയോ എന്താണെന്നറിയില്ല, ടയറ് പൊട്ടി. ഫ്രണ്ടിലെ ഞാനിരിക്കുന്ന ഭാഗത്ത് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ
അപ്പം ധാരാളം വണ്ടികൾ പോകുന്ന ടൈമും കൂടിയാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഈ ഒരു ടയർ പൊട്ടിയ സമയത്ത് വണ്ടിയൊന്നും ഇല്ലാത്തത് കാരണം ബാക്കിൽ വന്ന് ഒരു വണ്ടി ഇടിച്ചിട്ടില്ല, വേറെ അപകടമൊന്നും ഉണ്ടായില്ല. അപ്പം നേരെ തൊട്ട് മുന്നിൽ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ നിർത്തി. ഏട്ടൻ സ്റ്റെപ്പിനി മാറ്റി ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. അപ്പം കുറേ ആൾക്കാർ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും ഒന്ന് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കാനൊന്നും വന്നിട്ടില്ല. എന്ത് പറ്റി അങ്ങനെയൊന്നും ചോദിക്കാൻ ആൾക്കാരങ്ങനെ നോക്കി പോകുന്നുണ്ട് എന്ന് മാത്രം. രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പം നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ടയർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടിരുന്നു. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ യൂസ്ഡ് ഇതാണ് വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വേറെ, അത് നമ്മൾ ബാക്കിലത്തെയാണ് ചേഞ്ച് ചെയ്തത്, ഇത് ഫ്രണ്ടിലത്തെയാണ് പൊട്ടിയത്. അപ്പോൾ പൊട്ടിയപ്പോൾ സ്റ്റെപ്പിനി മാറ്റിയിട്ടപ്പോൾ മോനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാണ്. വീഡിയോസൊക്കെ ഞങ്ങൾ വരുമ്പോൾ എടുത്തിട്ടുള്ളതാണ്. കാരണം ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത് ഞങ്ങൾ ഡിസംബറിലായിരുന്നു. അപ്പം എനിക്ക് ഓരോ നാട്ടിലെത്തിയത് മുതൽ ഓരോ കാരണങ്ങളും പ്രശ്നങ്ങളും കാരണം ഒരു ഷോർട്സ് ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനിത് എടുത്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉള്ള ഒരു ഗ്യാപ്പ് ഇപ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫെബ്രുവരി ആയിട്ട് ഈ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. കിട്ടിയില്ല. നമ്മള് ഹൈദരാബാദിൽ നിന്ന് വരുമ്പോ അങ്ങനെ തിരിക്കുന്നില്ലേ, ഓർമ്മയില്ലേ? 2 വയസ്സും കൂടി ആയില്ലേ. ഇതിവിടെ ഈ സ്റ്റെപ്പിനി മാറ്റി ഇടുക എന്ന് പറയുന്നത് കുറച്ചൊരു റിസ്ക് ഉള്ള കാര്യമായിരുന്നു. കാരണം വേറൊന്നുമല്ല, വണ്ടി ഫുൾ ലോഡായിരുന്നു. അതായത് ഡിക്കി ഫുള്ള് നമ്മളെ സാധനങ്ങളുണ്ടായിരുന്നു. അതുപോലെ ബാക്കിൽ സീറ്റിൽ അമ്മ ഇരിക്കുന്നുണ്ട് ഒരു സൈഡിൽ, അതിൻ്റെ പകുതി മറ്റേ സൈഡിൽ കംപ്ലീറ്റ് അതുപോലെ സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ വെയിറ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പിനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണമെങ്കിൽ കംപ്ലീറ്റ് ഡിക്കിയിലുള്ള എല്ലാം പുറത്തേക്ക് എടുക്കണമായിരുന്നു ഈ ടൈമിൽ. അതൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഇത് സ്റ്റെപ്പിനി മാറ്റാൻ പറ്റിയത്. ഏട്ടൻ്റെ ഡ്രൈവിംഗ് പറഞ്ഞാൽ കണ്ണിന് ജാർഖണ്ഡിൽ നിന്ന് ഒരു അൾസർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കൃഷ്ണമണീൻ്റെ ഉള്ളിൽ എന്തോ ഒരു മുറിവോ എന്തോ പറ്റിയിട്ട് വൈറ്റ് കളറായിരുന്നു. അതുപോലെ കണ്ണിൻ്റെ വൈറ്റ് ഏരിയാസ് ഫുൾ റെഡ് കളറായിരുന്നു. കണ്ണ് കാണാനും ഓടിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. റിസ്ക് എടുത്തിട്ട് ഡ്രൈവ്. അങ്ങനെ ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയാലോ അല്ലെങ്കിൽ ഒക്കെ ഇപ്പോൾ 2 ടയർ നമ്മൾ മാറ്റിയിട്ട് യൂസ്ഡ് ടയറാണല്ലോ. അപ്പം വണ്ടിയിൽ ഇനി സ്റ്റെപ്പിനിയും ഇല്ല. അപ്പോൾ ഞങ്ങൾ മൈസൂരൊക്കെ എത്തിയപ്പം സ്റ്റെപ്പിനി വാങ്ങിച്ചു വെച്ചു. പക്ഷെ അപ്പോഴേക്കും ടയറിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് വീണ്ടും തോന്നി. അപ്പോൾ പിന്നെയും അത് മാറ്റിയിട്ട് അങ്ങനെ നാട്ടിലെത്തുന്ന വരെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ മാറ്റിയിടാനും ടയറിന് കംപ്ലൈൻ്റൊക്കെ ആയിട്ട്. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നാട്ടിലെത്തുന്നവരെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റെബൽ.